സെൽഫ് സ്റ്റിച്ചഡ് ഔട്ട്ഫിറ്റ്സ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഒരു പാനൽ കട്ടായിട്ടുള്ള. അതിൻ്റെ ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ട്. നമ്മളുടെ കയ്യിൽ ആവശ്യത്തിലുള്ള മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാൻ വൈകിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. രണ്ടും ബ്ലാക്ക് തന്നെയാണ്, പക്ഷേ പ്രിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് എടുത്തേക്കുന്നത് 3.5 മീറ്റർ ആണ്. ഇതാണ് നമ്മളുടെ കൂടുതലായിട്ട് വരുന്ന പോർഷൻ. ഇതാണ്, ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും. പിന്നെ ഇതാണ് അടുത്തത്, ഇത് 2 മീറ്റർ ആണ് എടുത്തത്. പിന്നെ ഒരു ലൈനിങ് ഈ പോർഷനിൽ വേണ്ടി മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്, ഒരു കാക്ക കരയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 570 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നും ആദ്യം യോക്ക് പോർഷനും സ്ലീവും ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തത് ഹാഫ് സ്ലീവ് ആയിരുന്നു. അത് നൈറ്റി തുണി ആയതുകൊണ്ട്, തുണി കുറവായതുകൊണ്ടാണ് അന്ന് ഹാഫ് സ്ലീവ് ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം തുണി ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു യോക്ക് പോർഷന്റെ വേണ്ട ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യോക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. യോക്ക് പോർഷൻ്റെ അളവ് എന്ന് പറയുന്നത് എനിക്ക് 13.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് 14.5, അതായത് 14 ഞാനൊരു 15 ഇഞ്ചിൽ ഇത് മടക്കി വെച്ചിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രസ്സിൻ്റെ മാതിരിയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡ്രസ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് അധികം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് അധികം ആക്കിയിട്ട് ഇവിടെ വരച്ചു കൊടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീസ് ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്വയർ രൂപത്തിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു വീതി എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് യോക്ക് പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഞാൻ ജോയിൻറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇത് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കഴുത്തും അളവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. എന്നിട്ടാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നത് ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യലാണ്. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ജോയിൻറ്റ് കട്ട് ചെയ്ത് മാറ്റണം, 2 പീസാക്കി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനിത് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, സെൻറ്ററിലൊരു വെട്ട് കൊടുക്കുന്നുണ്ട് തുണിയുടെ. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ കഴുത്താണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻറ്ററിൽ ഇവിടെ ഒരു വര വരച്ചിടുന്നുണ്ട്. ഈ 2 സൈഡിലേക്ക് എൻ്റെ എപ്പോഴത്തെ അളവ് തന്നെയാണ്, അതായത് 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 സൈഡിലേക്ക് 8 ആണ് എടുക്കുന്നത്. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചിരുന്നു മെഷർമെൻറ്റ് ഇഞ്ചസ് ആയിട്ട് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഇഞ്ചസ് എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. 6.5 ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്യുന്നത് കഴുത്ത്. ഇനി താഴോട്ടേക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 14 ആണ് എടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു 14 അല്ല, നമ്മളുടെ അവിടെ ഫ്രണ്ടിൽ ഒരു പീസ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് താത്തി കൊടുത്തിട്ട് ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 13.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെയാണ് 13.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ ലെങ്ത്തിൽ, അതായത് മുകളിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു ഇവിടെയാണ് നമ്മളുടെ ഇത് വരുന്നത്, ഒരു 26 സെൻറ്റിമീറ്ററിൽ ഒരു വര ഞാൻ ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ആദ്യത്തേൽ നമ്മൾ ഒരു ആലില പോലെ അങ്ങനെ ഒരു ഷേപ്പാണ് ചെയ്തത്. സെയിം കഴുത്ത് തന്നെ അല്ലാതെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മീറ്ററിലേക്ക് ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കും. ഇനി ഈ ഒരു ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മളുടെ കഴുത്ത്, അതായത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സെയിം അളവ് തന്നെ ഈ ഒരു ഭാഗത്തും കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് ഒന്നുകൂടി കൊടുത്താൽ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്ത് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലത്തെ പീസാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്കിലത്തെ പീസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് മാർക്കിങ് വരുന്ന രീതിയിൽ ഞാനിതിൻ്റെ മുകളിലൊന്ന് വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ബാക്കിലത്തെ കഴുത്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടാവും, നമ്മളുടെ മാർക്കിങ് കുറച്ച് പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മുകളിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് സെയിം മാർക്കിങ് നമുക്ക് ഇവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കം നമുക്ക് കുറച്ചൊന്ന് കൂട്ടാം. ബാക്കിൽ ഫ്രണ്ടിലത്തേനെക്കാട്ടും കുറച്ചൊന്ന് കൂട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ ഫ്രണ്ടിലത്തേന് ഞാൻ 14 എടുക്കൽ. അപ്പോൾ ഇപ്പം ഞാൻ ബാക്ക് ഇറക്കം 18 ആക്കുന്നുണ്ട്. ബാക്ക് ഇറക്കം 18 ആക്കിയിട്ട് രണ്ട് സൈഡിലും 1/4 ഇഞ്ച് വിട്ടിട്ട് 18 ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് സ്ക്വയർ ആക്കിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 8 സെൻറ്റിമീറ്ററിൽ. എന്നിട്ട് നമ്മളുടെ സാധാ പോലെ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വട്ടത്തിൽ ഒരു കർവ് രൂപത്തിൽ വരയ്ക്കുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവ് ഈ ഒരു സൈഡിലും കിട്ടും. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ അളവിൽ ഞാനൊരു പീസ് ലൈനിങ്ങിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കിങ് ഇവിടെ കാണാൻ പറ്റും, പുറത്തൂടെ കാണാൻ പറ്റും. കാരണം ഇത് വളരെ നേർത്ത തുണിയാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മുടെ ഫ്രണ്ടിലത്തെ പീസിൻ്റെ ആം ഹോളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം നമ്മളുടെ ഈ ഒരു ലൈനിങ്ങും ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 പീസും ഒരുമിച്ച് കട്ട് ചെയ്യുന്ന രീതിക്ക് മടക്കി വെക്കാം. അതിൻ്റെ അളവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളും ഷോൾഡർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് എൽ ഷേപ്പിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ എൽ ഷേപ്പിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് മാറിയിട്ട് നമുക്കിവിടെ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു സെൻറ്റർ പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കർവ് രൂപത്തിൽ വരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഒരു 2 ഇഞ്ച് അധികമാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. അപ്പോൾ 2 ഇഞ്ച് അധികമായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ അടുത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തുകൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം പുറത്തൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ വരയിലൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ബാക്കിലത്തെ കഴുത്തും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. ബാക്കിലത്തെ ആം ഹോളും വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ആം ഹോളും ഷോൾഡർ പോയിൻറ്റും വരച്ചെടുക്കുന്നുണ്ട്, മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എൽ ഷേപ്പിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ തന്നെ 2 ഇഞ്ച് മാറിയിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. താഴോട്ടേക്ക് കുറച്ചൊന്ന് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പോർഷൻ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് സ്ലീവിനായിട്ട്, ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് കാണിച്ചു തരാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യത്തിന് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അളവ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച നമ്മളുടെ ഇത് ഞാൻ ബാക്ക് പീസാണ് എടുത്തത്. ഇതൊന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് ഇതിനനുസരിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും.
അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റാക്കി കൊടുക്കുക. ഈ ഒരു അളവിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10.5 ആണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്നും ഈ ഒരു പോയിൻ്റ്, അതായത് ഇതിലൂടെ ഞാൻ 1/4 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. എന്നിട്ട് അവിടെ നിന്നും ഒരു 4 ഇഞ്ച് മാറിയിട്ട് താഴെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് സ്ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. 10.5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്നും 4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇതാ ഈ ഒരു ഇതിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കൈയുടെ അടിയിലത്തെ അളവൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക, ഏകദേശം അളവിലൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് താഴെ ഞാൻ ഈ ഒരു വരയുടെ കൂടെ തന്നെയാണ്, വരയുടെ മുകളിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലീവ് കൂടെ വേണം. അപ്പോൾ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗം. എന്നിട്ട് നമ്മളുടെ ആദ്യം കട്ട് ചെയ്ത് വെച്ച് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു അളവ് വെക്കുക. എന്നിട്ട് അതേമാതിരി തന്നെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെച്ച് സ്ലീവ് വെച്ചിട്ട് ഞാൻ അടുത്ത സ്ലീവും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വരുന്ന ബാക്കി പീസിലാണ് നമ്മൾ കട്ട് ചെയ്ത് പാനൽ കട്ടിൻ്റെ അയ്യൊരു ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സ്ലീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ സ്ലീവിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇതാണ് നല്ല വശം കേട്ടോ, നല്ല വശമാണത്. അപ്പോൾ അടുത്ത സ്ലീവിൻ്റെ നല്ല വശം ഉള്ളോട്ടേക്കാക്കി വെച്ചിട്ട്, അതായത് ഇത് നല്ല വശമാണ്, ഇതാണ് ഇതിൻ്റെ നല്ല വശം ഉള്ളോട്ടാക്കി വെച്ചിട്ടാണ് ഞാൻ മടക്കി വെക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം കുഴിച്ച് വെട്ടണം. അത് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാനൽ കട്ടിൻ്റെ ഈ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബോർഡർ വേണ്ട. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാനൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ 2-3 വരച്ചിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അളവ് എടുക്കുന്നത് 3 ഇഞ്ചും 10 ഇഞ്ചും ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതായത് ഒരു സൈഡിൽ 3 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ 10 ഇഞ്ചാണ് വരിക. ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി 2-3 വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. എന്നിട്ട് ഞാൻ വരയ്ക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 3-4 വരെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ 10 എടുത്തത്, പിന്നെ 3 ഇഞ്ച്, പിന്നെ 10 ഇഞ്ച്, പിന്നെ 3 ഇഞ്ച്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ 10 എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് 3 ഇഞ്ച്. അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ വരെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ 10 വരച്ച് വെച്ചത്, 10 ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തതായി ചെയ്യുന്നത് 3 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റായിട്ട് അവിടെ ഞാൻ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനിതാ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതാ ഇവിടെ ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 3 ഇഞ്ചിൽ നിന്ന് ഞാൻ 10 ഇഞ്ചിലോട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് തുണിയുടെ നന്നില്ലാത്ത വശത്താണ് ഇത് വരച്ചു കൊടുക്കുന്നത്. നല്ല വശം ഉള്ളിലാണുള്ളത്. പിന്നെ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 35 ഇഞ്ചിലാണ് ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടത്. അപ്പോൾ ഇത്രയും വേണ്ട, ഇത് അധികം നീളമായിപ്പോവും. അപ്പോൾ 35 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടിട്ട് എന്നിട്ടാണ് ഇത് വരച്ചു കൊടുത്തത്. അതായത് ഇവിടെ 10, അവിടെ 3, ഇവിടെ 3, അവിടെ 10, അങ്ങനെയാണ് ഉള്ളത്.
അപ്പോൾ ഞാൻ ഇതിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇതാ ഇങ്ങനെയായിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു രീതിക്കാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ 14 പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാ ടോട്ടൽ 14 പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനൽ കട്ടുള്ള ഈ ഒരു പീസുകൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടിച്ച് ഫുള്ളായിട്ട് അടിക്കുന്നില്ല, ഒരു 14 ഇഞ്ചിൽ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും അടിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചാണ് നമ്മൾ വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ പീസും. അപ്പോൾ ഈ ഒരു തുണി ഞാൻ 22.5 ഇഞ്ചിൽ ഇങ്ങനെ മടക്കി വെച്ചതാണ്, ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു പീസ് കൊണ്ടാണ് നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, ഒരു 14 ഇഞ്ചിൽ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ അടിക്കാനുള്ള പീസാണ്, അവിടെ വെച്ച് അടിക്കാനുള്ള പീസാണ് കേട്ടോ ഇത്. അപ്പോൾ 22.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 14 പീസാണ് വേണ്ടത്. ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അളവെല്ലാം ഞാൻ വരച്ചിട്ട് പറഞ്ഞു തരാം. ഇത് പീസ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ 8, ഇവിടെ 3 ഇഞ്ച്, ഇവിടെ 8 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ച്, ഇവിടെ 8 ഇഞ്ച്, അങ്ങനെയാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ ടോട്ടൽ 14 പീസ് ഉണ്ടാവും. അതും തന്നെ ഞാൻ ഇവിടുത്തെ ഈ ഒരു ജോയിൻറ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഞാൻ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തെടുക്കാം. ഇനി ഈ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓരോ പീസിലും, ഓരോ കട്ട് ചെയ്ത പീസിലും 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഞാനിതുപോലെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു പീസ് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ചോക്ക് കൊണ്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താലേ കറക്റ്റായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല, ഒരു വളഞ്ഞൊക്കെ ഇരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിടുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത പീസും ഇതേപോലെ തന്നെ ഇവിടെ വയ്ക്കുക. നല്ല വശത്ത് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഉള്ളോട്ടാക്കി വെച്ചിട്ട് 2 സൈഡും ഇതുപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ സെയിം ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ നമ്മളുടെ ഈ ഒരു പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു പീസ് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മടക്കിയിട്ട് മുകളിൽ കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഉള്ളിൽ കൂടിയല്ല. കാരണം മുകളിൽ കൂടെ ചെയ്താൽ മതിയാവും. ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അറ്റത്തു കൂടെ വേണം. ഇനി യോക്ക് പോർഷനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ ഒരു മാർക്കിങ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മാർക്കിലൂടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ പീസാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വെട്ടിട്ട് കൊടുത്തിട്ട്, അതായത് നന്നായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടാണ് തിരിച്ചടിക്കുന്നത്. ഇതുപോലെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് നമുക്ക് പതിച്ചടിക്കാം. അറ്റത്തു കൂടെ വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബാക്കിലത്തെ കഴുത്താണ് ചെയ്തെടുക്കുന്നത്. ബാക്കിലത്തെ കഴുത്തും സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതായത് ലൈനിങ് മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിച്ചടിക്കുന്നതിന് മുന്നേ ജോയിൻറ്റ് ചെയ്യണം നമുക്ക് ഷോൾഡർ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ പീസിൻ്റെ കൂടെ ഇതുപോലത്തെ ഫ്രണ്ടിലത്തെ പീസ് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബാക്കിലത്തെ ലൈനിങ് കൂട്ടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ലൈനിങ് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴേ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസ്, അതായത് ഫ്രണ്ടിലത്തെ പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസാണ് ഞാൻ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് ആദ്യം ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് അളവൊന്ന് നോക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഇറക്കം വേണ്ടത്, അതായത് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് 14 സെൻറ്റിമീറ്ററാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്യാതെ ചെയ്താൽ കറക്റ്റായിട്ട് കഴുത്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിടുക. ഇതിൽ ഞാൻ 10 സെൻറ്റിമീറ്ററാണ് വരച്ചു കൊടുക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ പിന്നെ അത് അഴിച്ചിട്ട് താഴോട്ടേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കഴുത്ത് വല്ലാതെ കയറിയപ്പോൾ ഞാനത് കറക്റ്റ് 14 തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് യോക്ക് പോർഷനിൽ വെച്ച ഈ ഒരു പീസായിരുന്നു. അതൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ബ്ലാക്ക് പീസാണ് കൂടുതലായിട്ട് ഭംഗി തോന്നിയത്. അപ്പോൾ ഞാൻ അതേ അളവിൽ തന്നെ ഒരു ബ്ലാക്ക് തുണി സ്ലീവായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ, ആ ഒരു സ്ലീവ് ഈ ഒരു ബ്ലാക്ക് തുണിയിൽ വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബ്ലാക്ക് തുണിയാണ് സ്ലീവായിട്ട് യൂസ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൈക്കൊരു ബോർഡർ കൂടെ വന്നാൽ നന്നാവുമെന്ന് തോന്നിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രണ്ടിലത്തെ, അതായത് ഫസ്റ്റ് പോർഷനിൽ ഞാൻ ഇട്ട വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പീസ് ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാനൽ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഈ ഒരു യോക്ക് പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ രണ്ടിൻ്റെയും സെൻറ്റർ, അതായത് യോക്ക് പോർഷൻ്റെതും ഈ ഒരു പാനൽ കട്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് തൊട്ടിട്ടാണ് ഞാൻ 2 സൈഡിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലും വെച്ചിട്ട് 2 പീസും ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു കൈയുടെ അടിഭാഗത്ത് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് വലിയൊരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഏത് രീതിക്കാണ്, ചെറുത് വേണമെങ്കിൽ ചെറുത് ചെയ്യുക, വലുതാണെങ്കിൽ വലുത്. ഞാൻ വലിയ ബോർഡറാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈയുടെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിലൊരു കെട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പീസ് നമ്മൾ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും തിരിച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് വീതിയുള്ള കെട്ടാവുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ നൈസായിട്ടുള്ള കെട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ ചെണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലാക്ക് ഷോളിൽ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ട് ബോർഡർ ഉണ്ട്, അത് ഞാൻ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.